അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടണ ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിനൊരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് നല്ലോണം കഴുകി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റും ലൈക്കും തരാൻ മറക്കല്ലേ. ഒരു 3-4 പ്രാവശ്യം ഉഴുന്ന് നല്ലോണം കഴുകി നമുക്ക് ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉഴുന്നൊക്കെ നല്ല കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് വെച്ച ശേഷം നല്ലോണം അരച്ചെടുക്കുമ്പോൾ വെള്ളം 3 സ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതി കേട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്താൽ മതി. 2-3 സ്പൂണും വെള്ളം, അതിലേറെ ചേർക്കാൻ പാടില്ല. കൂടുതൽ വെള്ളം ചേർത്താൽ നമ്മൾ അരച്ചെടുത്ത മാവ് നല്ല ലൂസാവും. അപ്പോൾ വട നമുക്ക് ആ ഷേപ്പിന് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ മിക്സിൻ്റെ ചെറിയ ജാറിൽ അരച്ചെടുത്ത് മാവ് നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ മാവ് വേണ്ടത്. ഇനി അരച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്നൊക്കെ ഫുള്ളായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മണിക്കൂർ വരെ, 1.5 മണിക്കൂർ ഏതായാലും വെക്കണം. 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ മാവ് നല്ല പുളിച്ച് പൊങ്ങി വരും. ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒന്ന് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളെ മാവൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. മാവ് നല്ല പതഞ്ഞ് വന്നിട്ട് കേട്ടോ. മാവ് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും മാവിൽ വന്ന മാറ്റം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് 2 പച്ചമുളക് കേട്ടോ. നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, ചതച്ച കുരുമുളക് പൊടി ആക്കണ്ട, ചതച്ചാൽ മതി കേട്ടോ. പിന്നെ കായപ്പൊടി ഒരു 1/4 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണതിനനുസരിച്ചാണ് കേട്ടോ നമ്മളെ വട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അകം നല്ല സോഫ്റ്റും പുറമെ ക്രിസ്പി ആയിട്ടും കിട്ടുക. ഇനി ഒരു 2-3 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ചൂടാക്കി വട ഓരോന്നോരോന്നായി നമുക്ക് പൊരിച്ചെടുക്കുക. നമ്മളെ കൈയൊന്ന് വെള്ളത്തിലിട്ട് നനക്കണം കേട്ടോ. ഒരു ബോളാക്കിയാണ്ട് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഒന്ന് വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് കൊടുക്കുക. ഇനി ഓരോന്നോരോന്നായി ഓയിലിട്ട് പൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ കിടന്നാണ് കേട്ടോ നമ്മളെ വട വേവേണ്ടത്. ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കി വെച്ചാൽ പുറം ഭാഗം നല്ലോണം കളർ മാറുന്നല്ലാതെ ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ വട തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കേണ്ടത്. കുറച്ച് സമയം എടുത്താലും ഉള്ളിൽ നല്ലോണം വെന്തിട്ടുണ്ടാവും. നമ്മളെ വട ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒരു ബ്രൗൺ കളറൊക്കെ ആവാനാവുമ്പോൾ നമുക്ക് വട കോരി മാറ്റാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമ്മൾ വട പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ വടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.